24-ന്റെ ഈ ഒരു ദൗത്യത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. എക്സൈസും പോലീസും ഒക്കെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അനുജ വേറൊരു അഡിക്ഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. 24 അഡിക്റ്റ് ആയിക്കോട്ടെ. അതെ, അത് ഓൾറെഡി കുറെ പ്രേക്ഷകർ അഡിക്റ്റഡ് ആണ്. ആ ദേവുട്ടിയൊക്കെ ആണെങ്കിൽ വേറെ ഒരു പരിപാടി ഇല്ല, അതിന്റെ രാവിലെ ഓൺ ചെയ്ത് അവിടെ ഇരിക്കുക. ദേവുട്ടിക്കാണെങ്കിൽ അത്യാവശ്യം സുഖമില്ലാത്ത ഒരാളുമാണെന്ന് പറയുന്നു. ഓക്കെ, എന്താണ് ഇപ്പോൾ ഈ കാര്യത്തിൽ പോലീസും എക്സൈസും ഒക്കെ കൂടി ചെയ്യാൻ പോകുന്നത് എന്നതിൽ DGP റവാഡ ചന്ദ്രശേഖരന്റെ ഒരു പ്രതികരണം 24-ന് ലഭിച്ചിട്ടുണ്ട്. ലഹരിവേട്ട ശക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് DGPയുടെ പ്രതികരണം. സർവ്വസന്നാഹവും ഉപയോഗിച്ച് ലഹരിയുടെ ഒഴുക്ക് തടയും. ലഹരിവേട്ടയ്ക്കായി സേനയുടെ എല്ലാ വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും എന്നതാണ് സംസ്ഥാന പോലീസ് മേധാവി 24-നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ കർശന നിലപാടാണ് പോലീസും എക്സൈസും സ്വീകരിക്കുന്നത്. ഓരോ ദിവസത്തെയും കേസുകളുടെയും മറ്റു നടപടികളുടെയും വിവരങ്ങൾ പോലീസ് സമൂഹത്തിനോട് പങ്കുവയ്ക്കുന്നുമുണ്ട്. സംസ്ഥാനത്ത് ലഹരി എത്തിക്കുന്നവരെയും കച്ചവടം നടത്തുന്നവരെയും പ്രത്യേകം പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. പോലീസ് സേനയുടെ സർവ്വസന്നാഹവും ഉപയോഗിച്ച് ലഹരിയുടെ വരവ് തടയുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. ലഹരി സംബന്ധിച്ച് നമ്മൾക്ക് അതൊരു ഗുരുതരമായിട്ട് പ്രശ്നം തന്നെയാണ് 100%. അതിനെ ബോത്ത് നമ്മുടെ യൂസേഴ്സും പ്ലസ് ഈ പെഡ്ലേഴ്സും സപ്ലയേഴ്സും ഇതിനായിട്ടുള്ളത് വളരെ കർശന നടപടി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, DHED ഭാഗമായിട്ട് കേരള പോലീസ് കഴിഞ്ഞ 8 മാസമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം കേസുകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെതിരായിട്ടുള്ള നിയമ നടപടി വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ബാക്കി DRIയും NCBയും എക്സൈസും ലോക്കൽ പോലീസും എല്ലാവരുമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് തയ്യാറാക്കിയിട്ട് ലഹരി വേട്ടയ്ക്കൊപ്പം പോലീസ് ബോധവൽക്കരണ പരിപാടികളും ശക്തമാക്കിയിട്ടുണ്ട്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, ജനമൈത്രി പോലീസ് തുടങ്ങി സേനയിലെ വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചാണ് ബോധവൽക്കരണ പരിപാടികൾ. അവയർനെസ് കൂട്ടാൻ വേണ്ടി നമ്മുടെ SPCസിൻ്റെയും പിന്നെ ബാക്കിയുള്ള നമുക്കുള്ള ജനമൈത്രി പദ്ധതിയായിട്ടും ബാക്കിയുള്ള എല്ലാ പോലീസ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റിലും ഉപയോഗിച്ചിട്ട് നമ്മൾ വി വുഡ് ലൈക്ക് ടു ടേക്ക് എ സ്ട്രോങ് ആക്ഷൻ എഗൈൻസ്റ്റ് ദ ഡ്രഗ്സ്. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികളാണ് ഉണ്ടാകുന്നത്. എന്നാൽ ലഹരി സംഘത്തിലെ ചെറുകണ്ണികളെ മാത്രമാണ് പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതെന്നാണ് ഉയരുന്ന വിമർശനം. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.